കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു മിസൈൽ ബംഗ്ലാദേശിന് മുകളിലൂടെ പറന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് കിടുങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തിനാണ് ഇന്ത്യ ബംഗ്ലാദേശിന് മുകളിലൂടെ മിസൈൽ പറത്തിയത്? യഥാർത്ഥത്തിൽ ഇത് സ്ഥിരീകരിക്കാത്തൊരു വിഷ്വലാണെങ്കിലും ഇപ്പോൾ ചർച്ചകൾ ആ വഴിക്കാണ് പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒരു ബ്രഹ്മോസ് അയച്ചത് തന്നെയാണ്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായതാണ്. ഇന്ത്യയുടെ കൈതട്ടി പാകിസ്ഥാനിലേക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ പറന്നു പോവുകയും പാകിസ്ഥാൻ്റെ രാജ്യത്തിനകത്ത് 3.5 മിനിറ്റ് ഈ ബ്രഹ്മോസ് മിസൈൽ പരിക്രമണം ചെയ്യുകയും അതിനുശേഷം ബ്രഹ്മോസ് മിസൈൽ അവിടെ എല്ലാം കഴിഞ്ഞ് താഴേക്ക് പതിക്കുകയുമായിരുന്നു. എന്തായാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാൻ ആ സമയത്ത് ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങിച്ചിരുന്നുവെന്നും ഇതിൻ്റെ കാര്യപ്രാപ്തി പരിശോധിക്കാനാണ് നമ്മുടെ ബ്രഹ്മോസ് അങ്ങോട്ടേക്ക് ഇന്ത്യ അയച്ചതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്ത്യ ഏറ്റവും കരുത്തുറ്റ അഗ്നി 5 മിസൈൽ എന്ന് പറയുന്നൊരു മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഈ അഗ്നി 5 മിസൈലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആകാശത്ത് കാണപ്പെട്ടതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ചൈനയുടെ വടക്കേ അറ്റത്ത് പോലും എത്താൻ 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവവാഹക ശേഷിയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ ബുധനാഴ്ച ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ സംയോജിത പരീക്ഷണ ശ്രേണിയിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വിക്ഷേപണം എല്ലാം പ്രവർത്തനപരവും സാങ്കേതികവുമായ മാനദണ്ഡങ്ങളും സാധൂകരിച്ചു. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡന്റിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത്. പ്രതിരോധ മന്ത്രാലയം ഒരു ഹ്രസ്വ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറഞ്ഞത്. 2024 മാർച്ച് 11 മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് കീഴിൽ മൾട്ടിപ്പിൾ വാർഹെഡ് ശേഷി അല്ലെങ്കിൽ MIRV, അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അഗ്നി 5 ആദ്യമായി പരീക്ഷിച്ചതിന് 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ അഗ്നി പരീക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം MIRV ഉള്ള അഗ്നി 5 പ്രവർത്തനക്ഷമമാക്കാൻ കുറച്ച് വർഷങ്ങൾ കൂടി എടുക്കും. ഒരു MIRV ആ പേലോഡ് അടിസ്ഥാനമായി 3-4 ആണവ പോർമുനകൾ വഹിക്കുന്ന ഒരൊറ്റ മിസൈലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോന്നും വ്യത്യസ്ത വേഗതയിൽ വിക്ഷേപിക്കാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാം. വ്യത്യസ്ത പാതകളിലൂടെ ഇതിനെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ പ്രത്യേകത. രാജ്യത്തിൻ്റെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്നതിനായി 2003 സ്ഥാപിതമായിട്ടുള്ള ട്രൈ സർവീസ് SFCയുടെ ആയുധപുരയിൽ നിലവിൽ ഒറ്റ വാർഹെഡ് ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും പാകിസ്ഥാനെ ഉദ്ദേശിച്ചിട്ടുള്ള പൃഥ്വി 2 350 കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച്, അഗ്നി 1 700 കിലോമീറ്റർ മിസൈലുകൾ മുതൽ അഗ്നി 2 2000 കിലോമീറ്റർ, അഗ്നി 3 3000 കിലോമീറ്റർ, ചൈനയെ ലക്ഷ്യം വെച്ചിട്ടുള്ള നിയർ ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 ഇവയിൽ പെടുന്നു. എന്തായാലും ബുധനാഴ്ച നടന്ന ഖര ഇന്ധന പ്രവർത്തിക്കുന്ന 3 ഘട്ടങ്ങളിൽ അഗ്നി 5ന്റെ പരീക്ഷണം ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുള്ള മിസൈലുകളുടെ SFC ഇടയ്ക്കിടെ നടത്തുന്ന ഒരു പതിവ് പരിശീലന പരീക്ഷണമായിരുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.